സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു VR റാങ്ക്ഡ് മാച്ച് കളിക്കാൻ പോവാണ്. അപ്പോൾ നോക്കിയാണെങ്കിൽ നമ്മൾ ബെർമുഡ മാപ്പ് വീണ്ടും ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണെങ്കിൽ ഓരോ സ്ഥലങ്ങളുടെ പേരടക്കി ഇങ്ങനെ കാണിക്കുന്നുണ്ട്. മുകളിലാണെങ്കിൽ ഒറ്റ ടീമിന് മാത്രം ഇറങ്ങണ്ടായിരുന്നു, ആ വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ടീമേറ്റ് ഇതിൻ്റെ മുകളിൽ ഇറങ്ങി. അങ്ങനെ ഞാൻ അവനെ അടിക്കാൻ നോക്കുമ്പോഴേക്കും അവൻ അവിടെ നിന്ന് പെട്ടെന്ന് എസ്കേപ്പായി. ഞാൻ പെട്ടെന്ന് ഇവിടുന്ന് VSSഉം ഈ ഒരു മാക്ടണും എടുത്ത് അവനെ അടിക്കാൻ വേണ്ടി പോയായിരുന്നു. അവന് കുറച്ച് ഡാമേജ് കൊടുത്തപ്പോഴേക്കും അവൻ്റെ ക്യാരക്ടർ സ്കില്ല് സാൻഡിനൊക്കെ ഇട്ട് അവിടെ നിന്ന് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മളെ പ്ലെയർ 2 ആണെങ്കിൽ നോക്കൗട്ടും കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ എലിമിനേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ ഓട്ടോ റിവ്യൂ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിതിൽ. അങ്ങനെ ആ ഒരു എനിമിനെ തപ്പിയുള്ള പോക്കാണ്. ഈ ഒരു പീക്കിൽ തന്നെ എന്തായാലും ഉണ്ടാവും. അങ്ങനെ നോക്കുമ്പോഴേക്കും ദൂരമായിട്ട് അവനെ കണ്ട് അവനെ കുറച്ച് ഡാമേജ് കൊടുത്ത് നോക്കിട്ട് അവനെ കുറച്ചുകൂടി കൊടുത്തിട്ട് അവനെ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യത്തെ കില്ല് ഇവിടെ അങ്ങനെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ മാപ്പ് മൊത്തം ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. എന്നൊക്കെ നമ്മൾ ടീമേറ്റിൻ്റെ മാഗ് വെച്ച് അടിക്കുന്നുണ്ടായിരുന്നു. അവൻ അടിക്കാൻ നോക്കിയപ്പോഴേക്കും അവൻ എന്നെ പെട്ടിയാക്കി. നമ്മൾ ടീമേറ്റ് കാരണം നമ്മൾ വീണ്ടും റിവൈവ് ആയി അങ്ങനെ വന്നിട്ടുണ്ട്. നമ്മൾ വീണ്ടും ആ ഇറങ്ങിയ സ്ഥലത്ത് തന്നെ ഇറങ്ങാതെ കുറച്ചങ്ങോട്ട് മാറി ഇറങ്ങിയാണ്. കാരണം നമ്മൾ ടീമേറ്റ് ഓൾറെഡി ആ ഒരു വീടിൻ്റെ അടുത്തുണ്ടായിട്ടുണ്ടല്ലേ, നമ്മൾ അതിൻ്റെ അടുത്തുള്ള വീട്ടിലോട്ടാണ് ഇറങ്ങുന്നത്. ഇവിടെ നിന്നാണ് നമുക്ക് വീണേൻ്റെയും ഈ ഒരു മെഷീൻ ഗണ്ണാണ് കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു ഗണ്ണ് വെച്ച് കളിക്കാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങൾ മൊത്തം അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാൻ മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്യാൻ നോക്കുക. അപ്പോൾ മൊത്തത്തിൽ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഫാക്ടറി കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോൾ ഇവിടെ ഡബിൾ വെക്ടർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഡബിൾ വെക്ടർ എടുത്തിട്ട് എന്താ പറയുക, നമ്മളെല്ലാം ആമോ ഒഴിവാക്കുന്നുണ്ട്. ആ ഒരു AR ആമോ അവിടെ കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ നിങ്ങൾക്ക് ബാഗ് എടുക്കുന്നോ കാര്യങ്ങൾക്കൊന്നോ കാണാൻ പറ്റത്തില്ല. കാര്യം ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് ഈ ഒരു ഫ്രീ ഫയറിൽ തന്നെ റെക്കോർഡ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എപ്പോഴും ഇതെനിക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അങ്ങനെ ഓണാക്കി വെച്ചേക്കുവാണ്. നമ്മൾ ആവശ്യമുള്ള സമയത്ത് എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട്. നോക്കുമ്പോൾ നമ്മളെ ടീംമേറ്റ് ആണെങ്കിൽ 2 പേരും പെട്ടിട്ടുണ്ടായിരുന്നു. അവർ 2 പേരെയും റിവൈവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ആണെങ്കിൽ ഈ ഒരു റിവൈവൽ പോയിൻ്റ് എവിടെയാണ് നിൽക്കുന്നത്. ഞാനാണെങ്കിൽ ഇവിടെ നിൽക്കുന്നതിൻ്റെ കാര്യം, നമ്മുടെ അടുത്താണെങ്കിൽ ഡബിൾ വെക്ടറും കാര്യങ്ങളൊക്കെയാണ്. ഏതോ വന്നാലും അവനെ അടിച്ചിടാൻ പറ്റും. പീക്കിലായതുകൊണ്ട് ഏതിലൊരു എനിമി വരികയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. റിവൈവൽ പോയിൻ്റ് കംപ്ലീറ്റ് ചെയ്യാനായപ്പോഴത്തേക്കും കുറച്ചടിയും കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ക്യാരക്ടർ സ്കില്ലിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ ഓടുന്നുണ്ട്. അങ്ങനെ നൈസിൽ കുറച്ച് കവർ എടുത്തിട്ട് കുറച്ച് ഹീലും ചെയ്ത് നേരെ മുന്നോട്ട് തന്നെ പോവുകയാണ്. നമ്മൾ അടിച്ച എനിമിനെ നമുക്ക് തിരിച്ചടിച്ചേ പറ്റൂ. നമ്മൾ ടീംമേറ്റ്സ് മൊത്തം ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രശ്നവുമില്ല. ഞാനാണെങ്കിൽ ഇവിടെ നൈസിൽ നോക്കുമ്പോഴാണെങ്കിൽ സൈഡിൽ കൂടെ ആയിട്ട് ഒരു എനിമിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. ഗ്ലൂ വാളിട്ട് അങ്ങോട്ട് ചെന്നു. അവൻ ഇങ്ങോട്ട് റഷ് ചെയ്ത് വന്നു. അവനെ അടിച്ച് നോക്കാക്കി അവനെ ഫിനിഷ് ചെയ്ത് അവൻ്റെ ലൂട്ട് ബോക്സിൽ പോയേക്കുമ്പോൾ നമ്മൾ ഡബിൾ വെക്ടറിൻ്റെ അടുത്തെത്തുന്ന ഗണ്ണും കാര്യങ്ങളൊന്നും ഇല്ല. ഡബിൾ വെക്ടർ അടിച്ചതിനെ ഈ ഒരു മാച്ച് മൊത്തം പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേറെ ഗണ്ണും കാര്യങ്ങളൊന്നും മാറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ വെസ്റ്റൊക്കെ റിപ്പയർ ചെയ്ത് നൈസിൽ അടുത്ത എനിമിനെ തപ്പി പോവുകയാണ്. ഈ ഒരു പച്ച വീടിൻ്റെ ഇവിടെ വന്ന് നോക്കുമ്പോഴാണെങ്കിൽ അപ്പുറത്തായിട്ട് ഫൈറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഗണ്ണ് വെച്ച് കുറച്ച് കൊടുത്തപ്പോഴേക്കും 251 കയറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ടീമേറ്റ് അത് അസിസ്റ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോഴാണെങ്കിൽ സൈഡിലായിട്ട് വേറെയും ഫൈറ്റ് നടക്കുന്നുണ്ട്. ഇപ്പോൾ പീക്കിൽ മൊത്തത്തിൽ ഫൈറ്റാണ്. അങ്ങനെ ഞാൻ എന്താ പറയുക, അവന്മാരടിക്കണമെങ്കിൽ നമ്മുടെ അടുത്ത് ഡബിൾ വെക്ടർ ആയതുകൊണ്ട് തന്നെ ഷോർട്ട് റേഞ്ച് കിട്ടിയത് നിർബന്ധമാണ്. അങ്ങനെ ഞാൻ നോക്കുമ്പോഴാണെങ്കിൽ വേറൊരുത്തർ ഓടുന്നത് കണ്ട് നമ്മൾ ടീമേറ്റൊക്കെ ഗ്ലൂ വാളിട്ടിരുന്നു. നമ്മൾ ടീമേറ്റാണ് നൈസിൽ നോക്കായി. ഇനി ഞാൻ മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ അവനെ മൊത്തത്തിലൊന്ന് റിവൈവ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവനെ റിവൈവ് ചെയ്ത് മറ്റുള്ളവരെയും കൂടി റിവൈവ് ചെയ്യാൻ വേണ്ടി ടോക്കൺ എടുക്കാനാണ് ഇപ്പോൾ പോകുന്നത്. അങ്ങനെ ഇവിടുന്ന് ടോക്കണൊക്കെ എടുത്ത് ഒരു റിവൈവ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത റിവൈവ് ചെയ്യാൻ വേണ്ടി വീണ്ടും ടോക്കൺ എടുത്ത് അടുത്ത ടീമേറ്റിനെയും കൂടി നമ്മൾ റിവൈവ് ചെയ്ത് നമ്മളിപ്പോൾ ലെവൽ 5 വെസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടെയാണെങ്കിൽ ഈ ഒരു ഡ്രോപ്പ് വന്ന് ലാൻഡ് ആയിട്ടുണ്ടായിരുന്നു. ഇതെടുക്കുമ്പോഴാണ് എനിക്ക് നമ്മളെ മര്യാദക്ക് അടിക്കാൻ പറ്റൂല എന്നാണ് എൻ്റെ വിശ്വാസം. ഈ ഒരു കട്ടൊക്കെ നമ്മൾ പൊട്ടിക്കുന്നുണ്ട് അതിൻ്റെ സൈഡിലുള്ള. അവസാനം നമുക്കത് കിട്ടി. ഞാൻ ഈ ഒരു പാറിൻ്റെ സൈഡിലായി വന്ന് നോക്കുമ്പോഴേക്കും ദൂരമായിട്ട് ഞാൻ ഒരു എനിമിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു എനിമി എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ടീംമേറ്റ്സൊന്നും അവരെ കണ്ടിട്ടില്ല. എൻ്റെ കയ്യിലാണെങ്കിൽ ഷോർട്ട് റേഞ്ച് കണ്ടായതുകൊണ്ട് അവനെ പെട്ടെന്ന് തന്നെ അടിക്കാൻ പറ്റത്തില്ല. ഞാൻ നൈസിൽ ഫയർ ചെയ്ത് അവനെ ഇങ്ങോട്ട് വിളിച്ച് വരുത്താൻ വേണ്ടി നോക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. പെട്ടെന്ന് നോക്കുമ്പോഴാണെങ്കിൽ ആ ഒരു എനിമി നമ്മുടെ അടുത്ത് റഷ് ചെയ്ത് വന്നു. നമ്മൾ ക്യാരക്ടർ സ്കില്ലിൽ കിട്ട് റഷ് ചെയ്ത് പോയപ്പോഴേക്കും അവരുടെ മറ്റേ മാഗും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഡബിൾ വെക്ടർ വെച്ച് കിട്ടിലും പോലെ ഹെഡ്ഷോട്ടും കാര്യങ്ങളൊക്കെ അടിച്ച് അവനെ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിപ്പോഴാണെങ്കിൽ
കാർ എടുത്തിട്ട് നമ്മൾ പീക്ക് വിടുകയാണ്. നേരെ നമ്മൾ സലൂണിലോട്ടാണ് വിടുന്നത്. ഇവിടെ വന്നപ്പോഴേക്കും നമ്മുടെ ടീംമേറ്റ്സ് ഒരു കില്ലങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു. ആരൊക്കെ ആയിട്ട് ആ കില്ലങ്ങ് എടുത്ത് നമ്മളാണെങ്കിൽ ഇവിടെ ഈ ഒരു മെഷീൻ വെക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ എനിക്ക് അവിടെ നിന്ന് ചാടാൻ വേണ്ടി ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുകളിൽ പോയി നോക്കുമ്പോഴാണെങ്കിൽ അവിടെ വേറെ ഫൈറ്റ് ഉണ്ടായിരുന്നു. ആ ഒരു എനിമിനെ എനിക്ക് ഇവിടുന്ന് അടിച്ചിട്ടാൽ മതിയായിരുന്നു. ഞാൻ വെറുതെ ഫ്രീസൊക്കെ എറിഞ്ഞ് എനിക്കും കുറച്ച് ഡാമേജും കാര്യങ്ങളൊക്കെ വെറുതെ കിട്ടി. അവൻ ഇങ്ങോട്ട് ഗ്രനേഡും കാര്യങ്ങളൊക്കെ എറിയുന്നുണ്ടായിരുന്നു. ഇവിടെ തന്നെ ക്യാരക്ടർ സ്കില്ലൊക്കെ ഇട്ട് ഓടിയതായിരുന്നു. പക്ഷേ അവന്മാർ ആ ഒരു കില്ലെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കാണെങ്കിൽ 3 കില്ലും കാര്യങ്ങളും മാത്രമേ ആയിട്ടുള്ളൂ. ഒരുപാട് നേരത്തെ ക്യാമ്പിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ വന്നത്. ഞാൻ ഈ ഒരു ജനലിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ സാധനം വെച്ച് ഇനിയിപ്പോൾ അമ്മമാരെ അടിക്കുന്ന അടി അമ്മക്ക് അത്ര അങ്ങോട്ട് കൊള്ളത്തില്ല. ഡാമേജ് കൊടുക്കാനാണെങ്കിൽ അവിടെ നിന്ന് എനിമീസ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാനും പറ്റും. അവിടെ നിന്ന് വല്ല എനിമീസ് വരുന്നുണ്ടെങ്കിൽ അത് അറിയാനാണ് നമുക്ക് കൂടുതലായിട്ട് ബുദ്ധിമുട്ട് വരുന്നത്. ഇതിനിപ്പോൾ ആ ഒരു കാര്യത്തിലൊരു സൊല്യൂഷനായി. ഞാൻ നോക്കുമ്പോഴാണെങ്കിൽ ദൂരത്തു നിന്നായിട്ട് എനിക്ക് അടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇങ്ങോട്ട് ഗ്രനേഡും കാര്യങ്ങളൊക്കെ എറിയുന്നുണ്ട്. നോക്കുകയാണെങ്കിൽ എന്താ പറയുക, ഇവിടെ മൊത്തത്തിൽ എനിമീസ് നിറഞ്ഞിരിക്കുകയാണ്. കുറേ നേരത്തിന് ശേഷമാണ് ഇങ്ങനെ വന്നത്. ലാസ്റ്റ് സോൺ ഏകദേശം അടുത്തുകൊണ്ടും കൂടി ആയിരിക്കും. ഇവിടെയാണ് നമ്മൾ ലാസ്റ്റ് സോണും കാര്യങ്ങളും വരാനും പോകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും അധികം എനിമീസ് വരുന്നത്. നമ്മൾ നോക്കുമ്പോഴാണെങ്കിൽ നമ്മൾ ഈ ഒരു ഗണ്ണിൻ്റെ അടുത്ത് ആമോയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ ഒരു സൈഡിലൂടെ ഒക്കെ ഡ്രോപ്പൊക്കെ എടുക്കാൻ വരുന്നുണ്ട്. വല്ല എനിമീസ് നമ്മളെ കണ്ടിട്ടെങ്കിലും വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ നോക്കുമ്പോഴാണെങ്കിൽ അവിടെയുള്ള സൈഡിലെ എനിമീസ് അവിടെ നിന്ന് അനങ്ങിയിട്ടേ ഇല്ല. എനിക്ക് കുറച്ച് സൈഡിൽ നിന്ന് അടിയും കിട്ടി. ഞാൻ ഇവിടെ ഉള്ളവനെ നോക്കിയിട്ടിട്ട് പെട്ടെന്ന് നമ്മുടെ ക്യാരക്ടർ സ്കില്ലിട്ട് ഓടി. നമ്മളെ ഒരു പവർ തന്നെ അവന് നല്ല ഡാമേജ് കൊടുക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ സൂപ്പർ മെഡിക്കറ്റും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട്. എനിക്ക് ദൂരത്തു നിന്ന് എവിടെ നിന്നോ അടി കിട്ടുന്നുണ്ട്. അത് നമ്മൾ ടീംമേറ്റ്സ് എന്തായാലും നോക്കിക്കോളും. നമ്മളെ പാനും കാര്യങ്ങളൊക്കെ നമ്മൾ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. നമ്മൾ മെഷീൻ ഇതുവരെയായിട്ട് അവന്മാർ പൊട്ടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും എവിടെ നിന്നാണ് അടി വരുന്നതെന്നുള്ളത്. താഴത്താണെങ്കിൽ ഫൈറ്റുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോയി ഫൈറ്റ് എടുക്കണോ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇതിൻ്റെ അടുത്താണെങ്കിൽ ഈ ഒരു ലോങ് റേഞ്ച് ഗണ്ണ്, അതായത് ഈ ഒരു ബ്ലൂ വാൾ പൊട്ടിക്കുന്ന ഗണ്ണിലാണെങ്കിൽ ആമോയും കാര്യങ്ങളില്ല. അല്ലെങ്കിൽ എപ്പോഴേ അവൻ അടിച്ചിടായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഞാൻ നൈസിൽ അടിയിലോട്ട് ഇറങ്ങി നോക്കുകയാണ്. ഡബിൾ വെക്ടറുള്ള ധൈര്യത്തിലാണ് ഈ പോകുന്നത്. ഞാൻ നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു നോക്കും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 5 കില്ലും കാര്യങ്ങളും ഞാൻ ഫിനിഷ് ചെയ്തു. അങ്ങനെ ഈ ഒരു സൈഡിലൂടെ അങ്ങനെ ഞാൻ വെറുതെ പോയി കളിക്കുകയാണ്. വല്ല എനിമിനെയും കണ്ടി അടിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. നമ്മളൊരു മെഷീൻ കാരണം നമുക്ക് കില്ല് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കില്ല് കിട്ടുന്നത് പറഞ്ഞാൽ വളരെയധികം ടഫായി വരുന്നതാണ് ഈ റാങ്ക് കൂടുന്നത് കാരണം. അങ്ങനെ ഞാൻ ഒരു എനിമിനെ കണ്ടപ്പോൾ അവനെ അടിക്കാൻ നോക്കുമ്പോഴേക്കും അവൻ്റെ ക്യാരക്ടർ സ്കില്ലൊക്കെ ഇട്ട് ഓടുന്നുണ്ടായിരുന്നു. ഞാനും തീരെ വിട്ടുകൊടുക്കുന്നില്ല. ഞാനും ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു സംഭവം ഉണ്ടായി. നമ്മൾ വെക്ടറിന് വേറൊരു എന്തോ ഒരു മാറ്റം ഉണ്ടായി. അവൻ്റെ ടീമിനെ മൊത്തത്തിൽ ഞാൻ വൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഡബിൾ വെക്ടർ ഇപ്പോൾ ഡബിളാക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിപ്പോൾ ഡബിൾ വെക്ടറിൻ്റെ അതേ ഒരു പവർ കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനാണെങ്കിൽ അൺലിമിറ്റഡ് ആമോയും കാര്യങ്ങളുണ്ടായിരുന്നു. അതാണെങ്കിൽ റെഡ് കളറിലും ആയിട്ടുണ്ട്, അൺലിമിറ്റഡ് ആമോയും ആയിട്ടുണ്ട്. അതെന്താ സംഭവം എന്ന് അറിയുന്നവർ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. ഈ ഒരു അപ്ഡേറ്റിന് ശേഷം വന്നതാണ് ഈ ഒരു സംഭവം മൊത്തം. ഞാൻ CS കളിച്ച് നോക്കിയപ്പോഴാണെങ്കിൽ ഇതിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. അപ്ഡേഷന് ശേഷം വന്ന് കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു CS-ൽ. VR-ലും അതുപോലെ തന്നെയാണ് എന്ന് തോന്നുന്നു. CS-ൽ ഗണ്ണ് എടുക്കുന്ന രീതിയാണെങ്കിലും അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു അപ്ഡേറ്റിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാക്ടറി ഇപ്പോൾ 2ാമത്തെ തവണയാണ് ഇവന്മാർ മാറ്റുന്നത്. ആദ്യം ഒരു പിച്ചെന്ന് പറഞ്ഞ സ്ഥലമാക്കി ഇപ്പോൾ ഇവൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് മാറ്റുന്നത്. ഇതിപ്പോൾ 9th ആനിവേഴ്സറി ഭാഗമായിട്ടാണ് ഇങ്ങനെ കയറാനെ കൊണ്ടുവരുന്നത്. എനിക്കാണെങ്കിൽ എങ്ങനെ ഒരു ലോങ് റേഞ്ച് ഗണ്ണ് കിട്ടിയേ തീരും. കാരണം എനിമീസ് മൊത്തം വരുന്നത് ലോങ്ങിലാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഇപ്പോൾ 6 കില്ലും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. നമുക്കാണെങ്കിൽ പാനിന് പകരം ഒരു ബാറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറച്ച് ഡാമേജ് കിട്ടിയ എനിമിനെ കണ്ട് അവന് നല്ല രീതിയിൽ അടിച്ച് നോക്കാക്കി ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ്റെ അടുത്ത് നോക്കുമ്പോൾ നമുക്കാണ് എക്സമേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എക്സമേറ്റ് അവൻ്റെ അടുത്ത് റെഡ് കളർ ആയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സൈഡിൽ വന്ന് നോക്കുമ്പോൾ ഒരു എനിമിനെ കണ്ട് അവനെ ഡാമേജ് കൊടുത്ത് അടിച്ചിട്ട് നോക്കുമ്പോൾ അവനാണെങ്കിൽ റിവൈവ് ആവുന്നുണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ 5 ലൈവാണ്. അവർ റിവൈവായി പൊന്തിന് ശേഷം താനേ ചത്തു. എനിക്ക് കില്ലും കാര്യങ്ങളും കിട്ടിയില്ല. അങ്ങനെ 7 കില്ലിൽ ഈ ഒരു മാച്ച് ഇവിടെ ഫിനിഷ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.